നാടിനെ നടുക്കിയ കടലുണ്ടി ട്രെയിൻ ദുരന്തത്തിന് ഇന്ന് 25 വർഷം. ദുരന്തത്തിൽ 52 പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും 222 അധികം ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 1/4 നൂറ്റാണ്ട് പിന്നിടുമ്പോഴും അപകട കാരണം ഇപ്പോഴും അവ്യക്തമാണ്. ദുരന്തത്തെ അതിജീവിച്ചവരും രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായവരും ആ ഇരുണ്ട ദിനം ഓർത്തെടുക്കുകയാണ്. ബെൻസൺ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനം സാക്ഷിയായ ഏറ്റവും വലിയ രണ്ടാമത്തെ ട്രെയിൻ അപകടം. കടലുണ്ടി ദുരന്തം സംഭവിച്ച് ഇന്ന് 1/4 നൂറ്റാണ്ട് പിന്നിടുന്നു. 52 പേരുടെ ജീവൻ അപഹരിച്ച ട്രെയിൻ അപകടത്തിന്റെ മായാത്ത ഓർമ്മകൾ ഇന്നും ഒരു വിങ്ങലാണ്. 2001 ജൂൺ 22-നാണ് മംഗളൂരു ചെന്നൈ എക്സ്പ്രസ് റെയിൽപാളത്തിന് മുകളിൽ നിന്നും പാളം തെറ്റി കടലുണ്ടിപ്പുഴയിൽ പതിച്ചത്. ഫറൂഖ് കഴിഞ്ഞാൽ പരപ്പനങ്ങാടിയിൽ മാത്രം സ്റ്റോപ്പുള്ള ട്രെയിൻ കടലുണ്ടി സ്റ്റേഷൻ വിട്ട് പാലത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം വൈകിട്ട് 5:15 കൂടിയായിരുന്നു അപകടം. നല്ല മഴയായിരുന്നു കേട്ടോ അന്ന്. നല്ല മഴയും കാറ്റുമായിട്ടൊരു ഭയങ്കരതായിട്ടുള്ള ദിവസമായിരുന്നു. ഒരു കടലുണ്ടി പാലത്തിൽ കയറി കുറച്ചങ്ങ് പോയിക്കുന്നു ട്രെയിന്. പിന്നെ ഭയങ്കര ഒച്ചയാണ് കേൾക്കുന്നത്. നമ്മളിങ്ങനെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് അടുത്ത സീറ്റിലേക്ക് പോയിട്ട് കാലൊക്കെ അങ്ങ് പോയി ഇടിക്കുക മുട്ട്. അപ്പോഴേക്ക് എന്തോ സംഭവിക്കുക നമുക്ക് മനസ്സിലായി. നമ്മളോട് പറഞ്ഞ് പിന്നെ അവർ പതുക്കെ കയറൊക്കെ കെട്ടിയിട്ട് അവർ ഒരു തോണി ആ ഭാഗത്തേക്ക് ഇറക്കി. എന്നിട്ട് ആ തോണിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു നമ്മളോട്. അങ്ങനെ തോണിയിലേക്ക് ഇറക്കിയിട്ട് അവർ അത് അങ്ങോട്ട് കൊണ്ടുപോയത് അമ്മ കയറി നിൽക്കാൻ പറഞ്ഞു. എന്നിട്ട് കൈ പൊന്തിക്കാൻ പറഞ്ഞു. എന്നിട്ട് മുകളിൽ നിന്ന് ആൾക്കാർ നമ്മളെടുത്ത് പാലത്തിൻ്റെ മുകളിലേക്ക് കയറ്റിയിട്ട് അതിന് പാലത്തിൻ്റെ അടിയിൽ ഒരു തുരങ്കം പോലെയാണ്. അത് നേരെ പുറത്തേക്ക് എത്തുക. ആ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കുറച്ചങ്ങോട്ട് പോയാൽ പുറത്തേക്ക് എത്തും. അങ്ങനെ പുറത്തേക്ക് എത്തി. കുറച്ച് ദിവസം എൻ്റെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വീട്ടിൽ പേപ്പറൊന്നും വായിക്കാനൊന്നും തരാറില്ലേന്ന്. രാവിലെ തന്നെ അമ്മ പേപ്പറൊക്കെ മാറ്റി വയ്ക്കും. പിന്നെ നമുക്ക് എന്തായാലും പിറ്റേ ദിവസമൊക്കെ ഭയങ്കര ബോഡി പെയിനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കാലൊക്കെ അങ്ങനെ ഇടിച്ചിട്ട് രക്തമൊക്കെ കല്ലിച്ച് കിടക്കുകയായിരുന്നു. നമുക്ക് രാത്രിയൊക്കെ ഒരാളെ അമ്മയുടെ കൂടെ പോയി കിടക്കുകയുള്ളായിരുന്നു. അങ്ങനത്തെ ഒരു നമ്മൾ ഈ ബഹളവും ആദ്യമായിട്ടല്ല അങ്ങനെ ഒരു ഇതിൽ വരുന്നത്. നമ്മൾ അപകടം നടന്ന ഉടനെ നാട്ടുകാരും മണൽ തൊഴിലാളികളും മീൻപിടുത്തക്കാരുമെല്ലാം ഓടിയെത്തി. രക്ഷാപ്രവർത്തനം ആരംഭിച്ചു. ബേപ്പൂരിൽ നിന്നും ഗലാസികളും എത്തി. അതൊരു കഠിന പ്രയത്നമായിരുന്നു. ഞങ്ങളവിടെ ഒരു കല്യാണ വീട്ടിലായിരുന്നു. തൊട്ടടുത്തൊരു കല്യാണ വീട്ടിലായിരുന്നു. എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്നൊരു എന്താ പറയുക ഭയങ്കര ശബ്ദം കേട്ടു. അതിൽ ഞങ്ങൾ ഓടി വന്നപ്പോൾ ഇവിടെ അങ്ങനെ പുക മാറിയ കാരണം വണ്ടി പറഞ്ഞിട്ട് 3 ബോഗി അപ്പുറം 2 ബോഗി ഇപ്പുറം. പിന്നെ ലേഡീസിൻ്റെ ബോഗി തൂങ്ങി കിടക്കുന്ന അവസ്ഥയിലും. പിന്നെ ഇവിടെ ഭാഗം തകർന്നടിച്ചിട്ട് ഇഞ്ചിനും 5 ബോഗിയും കൂടെ നേരെ റെയിൽവേ ട്രാക്കിൽ നിന്ന് പുറം ചാടിയിട്ട് പോയി. അപ്പോൾ ആ പൊടിയാണ് ഇവിടെ മൊത്തം പുകപടലമായത്. ആ സ്പീഡ് പോയിട്ട് അവിടെ പോയിട്ട് സ്റ്റോപ്പായി നിന്നു. മഴ പെയ്തുകൊണ്ട് നിൽക്കുന്നു. വലിയ ഇറക്കമായിരുന്നു. അത് മഴക്കാലമായതുകൊണ്ട് മേൽവെള്ളത്തിന് ശക്തി കൂടുതലാണ്. അപ്പോൾ പുഴയായിട്ട് ബന്ധപ്പെട്ട ആളുകളല്ലാത്തവർക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഒഴുക്ക് കൂടുതലാണ്. അപ്പോൾ ഇവിടെ മാക്സിമം ഉള്ള ചകിരി തൊഴിലാളികൾ, പുഴി മണൽ തൊഴിലാളികളും അതുപോലെ തന്നെ ഈറോസ് ബീച്ചിലുള്ള കടലിൽ പോകുന്ന തൊഴിലാളികൾ എല്ലാവരും ഒത്തൊരുമിച്ചിട്ടാണ് ഇത്രയും രക്ഷാപ്രവർത്തനം നടത്താൻ കഴിഞ്ഞത്. നമ്മളെ കമ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും രക്ഷപ്പെടുത്തി തന്നെ നമ്മൾ ഇറങ്ങി പോകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഒരു കാപ്പാത്തുങ്ക എന്നുള്ള ഒരു വിളി അതിൻ്റെ അകത്തുനിന്നുണ്ടായി. നമ്മൾ തിരഞ്ഞു നോക്കുമ്പോൾ പ്രത്യക്ഷത്തിലൊന്നും ആരും കാണാനില്ല. അവസാനം നമ്മൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഒരു ബാത്റൂമിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ വിളി വരുന്നത്. ആ വിളി വരുന്ന സമയത്ത് നമ്മളൊന്നിങ്ങനെ അവിടെ നിന്ന് കിട്ടിയ ഒരു ഇരുമ്പിൻ്റെ കഷ്ണം എടുത്തിട്ട് ഒന്ന് ചവിട്ടലും പിടിക്കലും കൂടെ നടത്തി ഡോറ് നീങ്ങിയപ്പോൾ ഒരു കയ്യുമല്ലേ പുറത്തേക്ക് വന്നു. അങ്ങനെ പിന്നെ ആ ഡോറ് ചവിട്ടി തുറന്ന് ആ സ്ത്രീയെ പിടിച്ച് നമ്മൾ തോണിയിൽ കയറ്റി തോണി പോകുന്ന കുറേ ദൂരം വരെ
உங்களுக்கு കോടി കോടി പുണ്യം കിടക്കുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയ ആ സ്ത്രീയുടെ ഒരു ശബ്ദം നമ്മളെ മനസ്സിൽ നിന്നും മായാതെ നിൽക്കാം. നമ്മുടെ നാടിനെ നടുക്കിയ ഒരു ട്രെയിൻ ദുരന്തമുണ്ടായ പാലത്തിൻ്റെ കാലുകളാണ് ആ കാണുന്നത്. 2001 ജൂൺ 22 25 വർഷം പൂർത്തീകരിക്കുകയാണ്. അന്ന് വെള്ളം ഇറങ്ങി വേലിയേറ്റം കുറവായിരുന്നു, അല്ലെങ്കിൽ 52 മരണത്തിൽ നിന്നും അതിലും കൂടുതൽ മരണമുണ്ടായിരുന്നു. എൻ്റെ തോണിയിൽ പറഞ്ഞാൽ കുറേ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. വലിയൊരു ദുരന്തത്തിന്റെ അതിജീവനത്തിന്റെ ഓർമ്മകളുടെ വേലിയേറ്റമാണ് ഇതാ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ. കടലുണ്ടിയിൽ നിന്നും അരുൺ പുതുപ്പാടിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.